ഹായ് ഗൈസ്, പുതിയ വർഷമാണ്. അപ്പോൾ എല്ലാവരും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. സോ നമ്മുടെ ലിസ്റ്റും റെഡിയാണ്. 2022 ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ലിസ്റ്റ്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ഇനി ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണെന്ന് പറയാം. ഒന്നാമത്തെ ഫാക്ടർ ഇതിൻ്റെ റിട്ടേൺസ് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസും അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് ഓരോ കാറ്റഗറിയിലെയും ടോപ്പ് 3 ഫണ്ടുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കിയൊരു കാര്യം ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും എത്ര ശതമാനമാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് കൊടുക്കുന്നത് എന്നതാണ് ഓരോ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുറഞ്ഞ തുകയെ കമ്പനിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടെ നോക്കിയിട്ടാണ് ഈ ലിസ്റ്റിലുള്ള ഫണ്ടുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാം. ആദ്യത്തെ കാറ്റഗറി ലാർജ് ക്യാപ് ഫണ്ടുകളാണ്. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 100 കമ്പനികളുടെ ഷെയറുകളിലാണ് ഈ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ 3 ഫണ്ടുകളാണുള്ളത്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ലാർജ് ക്യാപ് കാറ്റഗറിയിലെ ആദ്യത്തെ ഫണ്ട് കൊട്ടാക് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 18.15% റിട്ടേൺസ് ആണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് 22.71% ഈ ഫണ്ടിൻ്റെ റിട്ടേൺസ്. അടുത്ത ഓപ്ഷൻ ആക്സിസ് ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 20.83%, കഴിഞ്ഞ 3 വർഷമായിട്ട് 20.76% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. അടുത്ത ഓപ്ഷൻ കാനറ റോബോക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 20.75%, കഴിഞ്ഞ 3 വർഷമായിട്ട് 22.77% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. ഈ ഫണ്ടുകളിലേക്ക് റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമിലർ ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകളിൽ നിന്നും ബെറ്റർ ആയ ഫണ്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് നോക്കാം. കൊട്ടാക് ബ്ലൂ ചിപ്പിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.84%, ആക്സിസ് ബ്ലൂ ചിപ്പിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.47%, കാനറ റോബോക്കയുടെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.38% ആണ്. കൂട്ടത്തിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഏറ്റവും കുറവ്. സോ ലാർജ് ക്യാപ് കാറ്റഗറിയിലെ ബെറ്റർ ഫണ്ട് കാനറ റോബോക്കോ ബ്ലൂ ചിപ്പ് എക്വിറ്റി ഫണ്ടാണ്. അടുത്ത കാറ്റഗറി മിഡ് ക്യാപ് ഫണ്ടുകളാണ്. മിഡ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് കമ്പനികൾക്ക് ശേഷം, അതായത് 100ന് ശേഷം വരുന്ന അടുത്ത 150 കമ്പനികളാണ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ വരുന്നത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 101 മുതൽ 250 വരെ വരുന്ന ആ 150 കമ്പനികളുടെ ഷെയറുകളിലാണ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ 4 ഫണ്ടുകളുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. മിഡ് ക്യാപ് ഫണ്ടിലെ ആദ്യത്തെ ഫണ്ട് ക്വാണ്ട് മിഡ് ക്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 23.84%, 3 വർഷമായിട്ട് 31.28% റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 24.12%, 3 വർഷമായിട്ട് 27.42% റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 23.62%, കഴിഞ്ഞ 3 വർഷമായിട്ട് 36.2% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺ. ഈ 3 ഫണ്ടിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫണ്ടും കൂടെയുണ്ട്. എഡിൽ വൈസ് മിഡ് ക്യാപ് ഫണ്ടാണത്. കഴിഞ്ഞ 5 വർഷമായിട്ട് 22.09%, 3 വർഷമായിട്ട് 29.01% റിട്ടേൺസ് കൊടുക്കുന്ന ഫണ്ടാണ്. ഇനി ഈ ഫണ്ട്സിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് നോക്കാം. എഡിൽ വൈസിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.54, ക്വാണ്ടിൻ്റെ 0.57, ആക്സിസ് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.46 ആണ്. PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഏറ്റവും കുറവ്, 0.32% ആണ്. സോ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ ഫണ്ട് എന്ന് പറയുന്നത് PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. ഒന്നാമത്തെ കാരണം ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. പിന്നെ മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ 3 വർഷമായിട്ട് ഏറ്റവും നല്ല റിട്ടേൺസ് കൊടുക്കുന്നത് ഈ ഫണ്ടാണ്. സോ മിഡ് ക്യാപ് കാറ്റഗറിയിലെ ബെറ്റർ ഫണ്ട് എന്ന് പറയുന്നത് PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. അടുത്ത കാറ്റഗറി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ആണ്. പേര് പോലെ തന്നെ ലാർജ് ക്യാപ്പിൽ 100 കമ്പനികളും മിഡ് ക്യാപ്പിൽ 150 കമ്പനികളും ചേർത്ത് ഈ 250 കമ്പനികളുടെയും ഷെയറുകളിലാണ് ഈ ലാർജ് ആൻഡ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിലെ ആദ്യത്തെ ഫണ്ട് കാനറ റോബോക്കോ എമർജിംഗ് എക്വിറ്റി ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 22.11% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. കഴിഞ്ഞ 3 വർഷമായിട്ട് 24.28% ഈ ഫണ്ടിൻ്റെ റിട്ടേൺസ്. അടുത്തത് മിറായ് അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 22.5% റിട്ടേൺസും, കഴിഞ്ഞ 3 വർഷമായിട്ട് 26.8% റിട്ടേൺസും ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്.
അടുത്ത ഓപ്ഷൻ ആക്സിസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. ഈ ഫണ്ട് തുടങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഫണ്ടിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ റിട്ടേൺസ് 28.84%. ഇനി ഈ 3 ഫണ്ടിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന 2 ഫണ്ട് കൂടെയുണ്ട്. ഒന്ന് നവി ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ്. ഈ ഫണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് 18.91% റിട്ടേൺസും കഴിഞ്ഞ 3 വർഷമായിട്ട് 23.74% റിട്ടേൺസും കൊടുക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ കൊട്ടാക് ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. ഈ ഫണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് 18.74%, 3 വർഷമായിട്ട് 23.77% റിട്ടേൺസും കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫണ്ടുകളിലേക്ക് എക്സ്പെൻസ് റേഷ്യോ നോക്കാം. കൊട്ടാക് ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.62% ആണ്. നവി ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.34%, കാനറ റോബോക്കോ എമർജിംഗ് ഇക്വിറ്റി ഫണ്ടിൻ്റെ 0.62%, മിറായ അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.67% ആണ്. ഇവിടെ ആക്സിസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.48% ആണ് വരുന്നത്. സോ ഈ ഫണ്ടുകളിലെല്ലാം നോക്കുമ്പോൾ കൂടുതൽ റിട്ടേൺസും അതേസമയം കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയും വരുന്നത് ആക്സിസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫണ്ട് 3 വർഷമേ ആയിട്ടുള്ളൂ എന്നതുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ബാക്കിയുള്ള 4 ഫണ്ടുകളിലെ ബെറ്റർ ഫണ്ട് എന്ന് പറയുന്നത് മിറായ അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് തന്നെയാണ്. അടുത്ത കാറ്റഗറി സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മിഡിനും ലാർജിനും ശേഷം, അതായത് ടോപ്പ് 250 കമ്പനികൾക്ക് ശേഷം വരുന്ന കമ്പനികളുടെ ഷെയറുകളാണ് ഈ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ പ്രത്യേകത ഗ്രോത്തിന് സാധ്യതയുള്ള കമ്പനികളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇതിൽ നിന്നുള്ള റിട്ടേൺസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ കമ്പനികളൊക്കെ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ ടോപ്പ് 3 ഫണ്ടുകളുടെ കൂടെ എക്സ്ട്രാ 2 ഫണ്ടും കൂടെ ഉണ്ട്. സോ ഈ കാറ്റഗറിയിൽ 5 ഫണ്ടുകളുണ്ട്. അത് ഏതെല്ലാം വേണം നമുക്ക് നോക്കാം. അടുത്ത സ്മോൾ ക്യാപ് ഫണ്ടിലെ ആദ്യത്തെ ഫണ്ട് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 24.09%, 3 വർഷമായിട്ട് 33.65% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടാണ് അടുത്തതായിട്ട് വരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് 24.52%, 3 വർഷമായിട്ട് 40.4% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. അടുത്ത ഫണ്ട് കൊട്ടാക് സ്മോൾ ക്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 25.03%, കഴിഞ്ഞ 3 വർഷമായിട്ട് 38.38% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. ഇനി സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഈ ഫണ്ടുകളുടെ കൂടെ തന്നെ കൺസിഡർ ചെയ്യാവുന്ന 2 ഫണ്ടുകൾ കൂടെയുണ്ട്. ഒന്നാമത്തേത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഈ ഫണ്ട് തുടങ്ങിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 3 വർഷമായിട്ട് 39.4% റിട്ടേൺസ് ആണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാനിൻ്റെ റിട്ടേൺസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡയറക്റ്റ് പ്ലാനിന് ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ഉണ്ട്. അത് നമുക്ക് ഗ്രോ ആപ്പിൻ്റെയും മണി കൺട്രോളിൻ്റെയും വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് 43.9% ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് 43.9% റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഇത് 3 വർഷമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് 32.71% റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ ബെറ്റർ ഫണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ നോക്കാം. ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഇതിൽ ഏറ്റവും കുറവ്, 0.37% വരുന്നുള്ളൂ. പക്ഷേ ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ്പിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 1.21% വരുന്നുണ്ട്. ഇനി ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിനും എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, 0.37% വരുന്നുള്ളൂ. ക്വാണ്ടിൻ്റെ 0.56%, കൊട്ടാക്കിൻ്റെ 0.48% ആണ് വരുന്നത്. സോ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഒരു ഡെഫിനിറ്റ് വിന്നർ ഇല്ല. ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടും കൊട്ടാക് സ്മോൾ ക്യാപ് ഫണ്ടും ആണ് ഈ ഒരു കാറ്റഗറിയിലെ ബെറ്റർ ആയിട്ടുള്ള 3 ഫണ്ട്സ്. ഇതിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 1.21 ആണ്. ഒരു ഡയറക്റ്റ് ഫണ്ടിന് 1.21 എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ആണ്. കാരണം മറ്റു ഫണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 0.56 കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഒന്നിനും വരുന്നില്ല. പക്ഷേ ഇതിന് 1 ഉയർന്ന എക്സ്പെൻസ് റേഷ്യോ വരുന്നുണ്ട്. സോ ഇത്ര എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഒരു ഫണ്ട് സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഏറ്റവും ഉയർന്ന റിട്ടേൺസ് കൊടുക്കുന്ന ഈ ഒരു ഫണ്ടാണ്. സോ ഈ ഫണ്ടും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്ന ഒരു ഫണ്ട് തന്നെയാണ്. ഇനി കൊട്ടാക്കും ക്വാണ്ടും നോക്കുമ്പോൾ 5 വർഷത്തെ കണക്കെടുത്താൽ കൂടുതൽ റിട്ടേൺസ് കൊട്ടാക് സ്മോൾ ക്യാപ്പ് ആണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് കൂടുതൽ റിട്ടേൺസ് ക്വാണ്ടാണ് കൊടുക്കുന്നത്. എന്നാൽ അതേസമയം എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ കൊട്ടാക്കിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് കുറവ്. അപ്പോൾ സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലെ ഈ 5 ഫണ്ടുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന 3 ഫണ്ടുകൾ
കൊട്ടാക് സ്മോൾ ക്യാപ്പും ക്വാണ്ട് സ്മോൾ ക്യാപ്പും ബാങ്ക് ഓഫ് ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടുമാണ്. അടുത്ത കാറ്റഗറി മൾട്ടി ക്യാപ്പ് ഫണ്ടുകളാണ്. ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിൽ ചിലതിൻ്റെ പേര് ഫ്ലെക്സി ക്യാപ്പ് എന്നായിരിക്കും. ഈ മൾട്ടി ക്യാപ്പിൽ തന്നെയുള്ള ഒരു കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ്പ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറയാം. മൾട്ടി ക്യാപ്പ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലാർജ്, മിഡ്, സ്മോൾ എന്നുള്ള എല്ലാ ക്യാപ്പുകളിലും ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓരോ ക്യാപ്പിലും, അതായത് ലാർജിലും മിഡിലും സ്മോളിലും 25% വീതം ഷെയറുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു നിബന്ധന ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾക്കുണ്ട്. പക്ഷേ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾക്ക് ഈ ഒരു നിബന്ധനയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ ഇവർക്ക് ഷെയറുകളെ ക്രമീകരിക്കാൻ പറ്റും. സോ ഈ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിലെ ഏറ്റവും പോപ്പുലർ കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ. അപ്പോൾ നമുക്ക് ഈ കാറ്റഗറിയിലെ ടോപ്പ് 3 ഫണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ ഫണ്ട് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. ഈ ഫണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് 23.92% കഴിഞ്ഞ 3 വർഷമായിട്ട് 31.07% റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ക്വാണ്ട് ആക്റ്റീവ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 25.68%, കഴിഞ്ഞ 3 വർഷമായിട്ട് 34.16% ഈ ഫണ്ടിന്റെ റിട്ടേൺസ്. അടുത്ത ഫണ്ട് PGIM ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 24.12%, കഴിഞ്ഞ 3 വർഷമായിട്ട് 33.26% ഈ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺസ്. അപ്പോൾ റിട്ടേൺസ് നോക്കുമ്പോൾ ക്വാണ്ട് ആക്റ്റീവ് ഫണ്ടാണ് ഈ കൂട്ടത്തിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കാം. പരാഗ് പരീഖിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.82% ആണ്. ക്വാണ്ടിന്റെ 0.58% ആണ്. PGIM ഇന്ത്യയുടെ 0.32% വരുന്നുള്ളൂ. സോ റിട്ടേൺസ് നോക്കുമ്പോൾ ക്വാണ്ട് ലീഡിംഗ് ആണെങ്കിലും എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ വരുന്ന PGIM ഇന്ത്യയാണ് ബെറ്റർ ഫണ്ട്. സോ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളിൽ അല്ലെങ്കിൽ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിൽ ഈ 3 ഫണ്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ കൂട്ടത്തിൽ ബെറ്റർ ഫണ്ട് PGIM ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അടുത്ത കാറ്റഗറിയാണ് ELSS, എക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീംസ്, അതായത് ടാക്സ് സേവർ മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ELSSനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടാക്സ് ഡിഡക്ഷൻ കിട്ടാനായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ പറയുന്ന ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് 3 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആ തുക 3 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ELSS കാറ്റഗറിയിലെ ടോപ്പ് 3 മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടാക്സ് സേവർ ഫണ്ടുകളിലെ ബെസ്റ്റ് 3 ഫണ്ട്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സ ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 23.78%, 3 വർഷമായിട്ട് 31.61% റിട്ടേൺസ് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് മിറായ് അസറ്റ് ടാക്സ് സേവർ ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 23.77%, 3 വർഷമായിട്ട് 27.19% ഈ ഫണ്ടിന്റെ റിട്ടേൺസ്. അടുത്ത ക്വാണ്ടിന്റെ ടാക്സ് പ്ലാൻ ആണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് 27.9%, 3 വർഷമായിട്ട് 38.41% ഈ ഫണ്ടിന്റെ റിട്ടേൺസ്. സോ റിട്ടേൺസ് നോക്കുമ്പോൾ ക്വാണ്ട് ടാക്സ് പ്ലാൻ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് മറ്റ് 2 ഫണ്ടിനേക്കാൾ വളരെ ഹൈ റിട്ടേൺസ് ആണ് കഴിഞ്ഞ 3 വർഷമായിട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഫണ്ടുകളുടെ എക്സ്പെൻസ് റേഷ്യോ നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സയുടെ എക്സ്പെൻസ് റേഷ്യോ 1.57% ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഡയറക്റ്റ് ഓപ്ഷന് 1.57 എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നതൊക്കെ വളരെ ഹൈ ആണ്. സോ ഈ ഫണ്ട് കൺസിഡർ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അടുത്തത് മിറായ് അസറ്റ് ടാക്സ് സേവർ ഫണ്ടാണ്. ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.58% ആണ്. ക്വാണ്ടിന്റെ 0.57% ആണ്. സോ റിട്ടേൺസ് നോക്കുമ്പോഴും എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോഴും ELSS ഫണ്ട്സിലെ ലീഡിംഗ് ഫണ്ട് എന്ന് പറയുന്നത് ക്വാണ്ട് ടാക്സ് പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് 2022 ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ലിസ്റ്റ്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ലിസ്റ്റാണ്. ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ഇതുപോലെ ഒരുപാട് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. പല വെബ്സൈറ്റ്സിലും ഇത്തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകളെല്ലാം കൂടെ കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തന്നെ ചോയ്സ് ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോജിക്കലി ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്ന, നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ഏതെങ്കിലും 2 ഫണ്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ടിപ്പ് പറയാം. നിങ്ങൾ ആ 2 ഫണ്ടിൻ്റെയും ഏതെല്ലാം കാറ്റഗറിയിലാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. അതായത് ചില ഫണ്ട് കൂടുതലായിട്ട് ടെക്നോളജിയിലായിരിക്കും, ചില ഫണ്ട് ഫൈനാൻസിലായിരിക്കും, ചില ഫണ്ട് സോഫ്റ്റ്വെയറിലായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സെക്ടറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് സെക്ടറാണോ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത്, നിങ്ങൾക്കൊരു പ്രതീക്ഷ തോന്നുന്നത്, അപ്പോൾ ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി ചിലപ്പോൾ 2 ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ
ഇതിൻ്റെ സെക്ടറുകളും ചില കമ്പനികളും തന്നെ ചിലപ്പോൾ സിമിലർ ആയിരിക്കും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുക, കുറവ് എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും.